ഞങ്ങളെ സംബന്ധിച്ച് 30-35 സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഗവൺമെന്റ്. ഞങ്ങളെ സംബന്ധിച്ച് 30-35 സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഗവൺമെന്റ്. 35 സീറ്റ് കിട്ടിയാൽ കേരളം BJP ഭരിക്കുമെന്ന് പണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ പലരും ചിരിച്ചു. എന്നാൽ ഇന്ന് 102 സീറ്റോടെ ഭരണത്തിലിരിക്കുന്ന UDF സർക്കാരിന്റെ കടിഞ്ഞാൻ ശരിക്കും ആരുടെ കയ്യിലാണ്? തെളിവുകളൊന്നുമില്ലാതിരുന്നിട്ടും കൊടുമ്പിരി കൊണ്ട ഡീൽ ആരോപണങ്ങളൊക്കെ നടത്തിയാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നത്. സത്യപ്രതിജ്ഞ തൊട്ട് കല്ലുകടിയായിരുന്നു. അത് പിന്നീട് പറയാം. സത്യപ്രതിജ്ഞ ചെയ്തത് കോൺഗ്രസ് സർക്കാരാണെങ്കിലും അധികാരത്തിന്റെ ഇടനാഴികളിലെല്ലാം സംഘപുത്രന്മാർ ഇടം പിടിച്ചു. മന്ത്രി ഓഫീസുകളിൽ സ്റ്റാഫ് അംഗങ്ങളായി, ഉന്നത തസ്തികകളിൽ വകുപ്പുകളുടെ അധികാരികളായി, ആഭ്യന്തര വകുപ്പിൽ, വനിതാ ശിശു വികസന വകുപ്പിൽ, വിദ്യാഭ്യാസ വകുപ്പിൽ എന്നിങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകളിലെല്ലാം BJPക്കാർക്ക് വീതം വെച്ച് കിട്ടി. ഗവർണറുടെ നിയമോപദേശകനായിരുന്ന അഡ്വക്കേറ്റ് രാജു ബാബുവിനെ VD സതീശൻ സർക്കാർ തൊട്ടടുത്ത ദിവസം അഡ്വക്കേറ്റ് ജനറലാക്കി. സർക്കാർ പ്ലീഡർ തസ്തികകളിലും കാവ്യമയം. കോൺഗ്രസ് അഭിഭാഷക സംഘടനയും KSUവും എതിർപ്പുന്നയിച്ചിട്ടും VD സംഘബന്ധുക്കളെ കൈവിട്ടില്ല. പ്രതിഷേധിച്ചതിന്റെ പേരിൽ KSUക്കാരെ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് അടുപ്പിക്കാതിരുന്ന VD സതീശൻ AVP നേതാക്കളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി സൽക്കരിച്ചു. തീർന്നോ? ഇല്ല. PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ അത് നടപ്പിലാക്കാൻ ഉത്തരവിറക്കുന്നു. MG യൂണിവേഴ്സിറ്റി സെനറ്റിൽ 19 BJPക്കാരെ നിയമിച്ചപ്പോഴും RSS ബന്ധമുള്ള VCമാരെ ഗവർണർ നോമിനേറ്റ് ചെയ്തപ്പോഴും ഭരണകൂടത്തിന് പൂർണ്ണ മൗനം. മുഖ്യമന്ത്രിയെയും കോൺഗ്രസ് ഭരണ സംവിധാനത്തെയും ഒന്നാകെ നോക്കുകുത്തിയാക്കി സംഘപരിവാറിന്റെ നൂൽപ്പാവയായ ഗവർണർ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ച് ഭരണ നിർദ്ദേശങ്ങൾ നൽകിയപ്പോഴും ഒരു എതിർസ്വരവും ഉയർത്താനുള്ള ധൈര്യം VD സതീശൻ ഉണ്ടായിരുന്നില്ല. ഒടുക്കം പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തിന്റെ തണലു വേണ്ടി വന്നു. നടപടിയിൽ അനൗചിത്യമുണ്ടായി എന്നെങ്കിലും മുഖ്യമന്ത്രി ഒന്ന് പറയാം. ഇത് മാത്രമായിരുന്നു? അല്ല. ഡൽഹി ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ നടത്തിയ ന്യായമായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്, പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിന് കേസെടുത്ത ഏക BJP ഇതര സംസ്ഥാനം കേരളമാണ്. എന്നാൽ വിദ്യാർത്ഥികളെ വെടിവെക്കണമെന്ന് പറഞ്ഞ TG മോഹൻദാസിനെതിരെ നടപടിയെടുക്കാൻ DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കേണ്ടി വന്നു. ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയ മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുന്നത് കൊണ്ടാവണം കാസർകോട്ടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പറിൽ ഗോഡ്സെയെ പുകഴ്ത്തുന്ന ചോദ്യാവലികൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്ത് മോദി ഭക്തനായ ഉദ്യോഗസ്ഥൻ ഇരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ പോലും നിർബന്ധിക്കാത്ത വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രത്യേക ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് കേരള സർക്കാർ. ഇതെല്ലാം കേവലം ആരോപണങ്ങളാണോ അതോ അണിയറയിൽ പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളോ? നിങ്ങൾ തന്നെ പറ.